അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ മീൻ പൊള്ളിച്ചത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇനി നമുക്ക് മീൻ മാഗ്നേറ്റ് വേണ്ട മസാല ഒന്ന് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നാരങ്ങയുടെ പകുതി ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത് 3ഉം കൂടി ചതച്ചിട്ടാണ് 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളത്. ഇത് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നമ്മുടെ മീൻ ഇവിടെ നന്നായിട്ട് വെട്ടിയിട്ട് അതൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഈ മീനിന് മുകളിൽ തേച്ച് പിടിപ്പിക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഈ മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന തരത്തിൽ വേണം ആക്കി കൊടുക്കാൻ. എന്നിട്ട് നമ്മളിത് ഒരു അരമണിക്കൂറെങ്കിലും നന്നായിട്ട് മീനിൽ മസാലയൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അരമണിക്കൂർ എങ്ങനെയും വെക്കണം. അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഈ മീനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുള്ളൂ. അപ്പോൾ 2 ഭാഗത്തും ഒരുപോലെ നന്നായിട്ട് മസാല ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ മസാല ഇപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്കിതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി മീൻ ഇതിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീനിൻ്റെ ഒരു വശം ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ 2 വശവും ഏകദേശം കുക്കായിട്ടുണ്ട്. ഒരുപാട് കുക്ക് ചെയ്യണ്ട. നമ്മളിനി ഇത് ഇലയിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഇതാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മീൻ പാനിൽ നിന്നും മാറ്റി വെക്കാം. ഇനി നമ്മൾ മീൻ ഫ്രൈ ചെയ്ത ആ പാനില്ലേ അതിൽ തന്നെ നമുക്കിനി മസാല ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആദ്യം ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച 2 ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മീനിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടി മാത്രം നോക്കിയിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 2 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ തന്നെ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ മീനൊന്ന് ഇലയിൽ വെച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയില്ലേ അത് കുറച്ചൊന്ന് ആദ്യം ഇലയിലൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മീനില്ലേ അത് നമുക്ക് ഈ മസാലൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന മസാല ഈ മീനിൻ്റെ മുകളിലായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം.
ഇനി ഇതിന് മുകളിലായിട്ട് ഒരല്പം ചില്ലി ഫ്ലേക്സ് ഒന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ചൊന്ന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് നമുക്ക് ഒന്ന് പൊതിഞ്ഞെടുക്കണം. അപ്പോൾ പൊതിയുമ്പോൾ ഇല കീറുന്നതുകൊണ്ട് ഞാൻ വാട്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ വാട്ടിയിട്ട് എടുക്കുമ്പോൾ എങ്ങനെയായാലും മടക്കിയോ പൊതിയൊക്കെ ചെയ്യുമ്പോൾ ഇല കീറാണ്ട് നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് വാട്ടിയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിങ്ങനെ മടക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു കയർ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ട് കൂടിയുണ്ട്. നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മീനൊന്ന് പൊള്ളിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം. ഇനി നമ്മൾ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് പൊതിഞ്ഞ് വെച്ച മീനൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു വശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 സൈഡും ഒരുപോലെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മുടെ മീൻ പൊള്ളിച്ചത് ഇവിടെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ അടിക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലൻ്റെയും മീനിൻ്റെ ഒക്കെ ആയിട്ട് നല്ല മണം ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയാണെന്ന്. കുറച്ച് ചൂടുണ്ട്, അത്ര നല്ലോണം ചൂടൊന്നും ആറിയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. നന്നായിട്ട് മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് ചൂടുണ്ട്. അങ്ങനെ ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് ചൂടുള്ളത് കൊണ്ട് എനിക്ക് കൈയോട് എടുക്കാൻ പറ്റുന്നില്ല. അതാ സ്പൂണോട് കാണിക്കുന്നത്. നല്ല വെന്തിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി മസാലയൊക്കെ ആയിട്ട് നല്ല അടിപൊളിയിൽ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. അസ്സലാമു അലൈക്കും.